2021 കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഹാജരാവാറുണ്ടല്ലോ. അതൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ കേസല്ലേ, അതല്ല കൊലക്കേസൊന്നും അല്ലല്ലോ. അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകന് നേരിടേണ്ടി വരുന്നതാണല്ലോ. അങ്ങനെ ഒരു കേസിന്റെ പേരിലാണ് ഒരു ദേശീയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ ഈ രാജ്യത്ത് ഇതുവരെ കണ്ടിട്ടുണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ പോലീസ് സംഘം കടന്നു കയറി എത്തുന്നത്? മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഈ കേസ് 30-ാം തീയതി വീണ്ടും വാദം കേൾക്കാനിരിക്കുകയാണ്. ഐഷി ഘോഷ് കോടതിയിൽ ഹാജരാകാനിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ 30-ാം തീയതി ഈ കേസ് കോടതി ഹിയറിംഗിന് വെച്ച ആ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി തന്നെ ഐഷി ഘോഷിന്റെ ബെയിൽ ക്യാൻസൽ ചെയ്യുന്നു. ആ ബെയിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ AKG ഭവനിലേക്ക് ഐഷി ഘോഷിനെ പിന്തുടർന്ന് എത്തുന്നു. ഇന്ന് ഏകദേശം ഒരു 2 മണിയോടുകൂടിയാണ് ഐഷി ഘോഷ് AKG ഭവനിലേക്ക് എത്തിയത്. അപ്പോൾ ആ 2 മണിക്ക് തൊട്ടു പിന്നാലെയാണ് ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് വേണ്ടി, അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ദില്ലി പോലീസിന്റെ ഒരു സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത്. അതും സിവിൽ ഡ്രസ്സിൽ ദില്ലി പോലീസിന്റെ സംഘം AKG ഭവനിലേക്ക്, പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് എത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള പ്രതികാര നടപടി തന്നെയാണ് ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത് CJP പ്രതിഷേധത്തിൽ ഏറ്റവും ശക്തമായി തന്നെ മുന്നിൽ നിന്ന പാർട്ടിയാണ് CPIM. ഇടതുപക്ഷം ശക്തമായി തന്നെ മുന്നിൽ നിന്ന് പോരാടിയ ഒരു പാർട്ടിയാണ്. അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മോദി സർക്കാരിന് ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ പ്രതിഷേധത്തിന് ഇടതുപക്ഷം SFI ഒക്കെ നൽകിയ ആ ഒരു പിന്തുണ തന്നെയാണ്. ഐഷി ഘോഷ് നമുക്കറിയാവുന്ന പോലെ ഈ സമരം തുടങ്ങിയതിന് ശേഷം സോനം വാങ്ചുക്കിനെ നിർബന്ധിച്ച ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജന്തർ മന്ദറിലെ സമരവേദിയിൽ നിരാഹാര സമരമിരുന്ന ഒരു നേതാവാണ് ഐഷി ഘോഷ് എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ്, അതായത് ഈ സമരത്തിന്റെ ഒരു പോർമുഖമായി തന്നെ മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്റ്റുഡൻസ് നേതാവാണ് ഐഷി ഘോഷ്. അപ്പോൾ അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പ്രതികാര നടപടി തന്നെയാണ് എന്തായാലും ദില്ലി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ വന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് യൂണിഫോം ധരിക്കാതെ പാർട്ടി ഓഫീസിൽ ഇത്തരത്തിൽ കയറിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ദില്ലി പോലീസിനോട്, വനിതാ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. അവർ അപ്പോൾ പറഞ്ഞത് തനിക്ക് ഹൈക്കോടതിയിൽ പോകാനുണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ വലിയ മഴ പെയ്തു, അതുകൊണ്ടൊക്കെ തന്നെ യൂണിഫോം ഇടാൻ കഴിഞ്ഞില്ല എന്നൊരു മറുപടിയാണ് ജോൺ ബ്രിട്ടാസ് MPക്ക് എന്തായാലും ആ വനിതാ അവർക്ക് യൂണിഫോം ഇല്ല, നെയിം പ്ലേറ്റ് ഇല്ല, ഒരു ഔദ്യോഗിക വാഹനം പോലുമില്ല. ഒരു ടാക്സി പിടിച്ച് ഒരു ദേശീയ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2021 നടന്ന ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള കേസിലാണെന്ന് ഓർക്കണം. അതിന്റെ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ കാലങ്ങളായി നടക്കുകയാണ്. ഐഷി കൃത്യമായി അതിൽ ഹാജരാവുകയും ഇനി 30-ാം തീയതി ആ കേസ് വീണ്ടും വച്ചിട്ടുണ്ട്. അന്നും അവർ അതിന്റെ ഭാഗമായി കോടതിയിൽ എത്തുകയും ചെയ്യുന്നതാണ്. എന്നിട്ടിപ്പോൾ ജാമ്യം റദ്ദാക്കി എത്തിയിരിക്കുകയാണ്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുക. കാര്യം വേറൊന്നുമല്ല, നരേന്ദ്രമോദി സർക്കാരിന്റെ കണ്ണിലെ കരടാണെന്നേ എക്കാലവും ഐഷി ഘോഷ് എന്ന് പറയുന്ന ആ തീപ്പൊരിയായ വിദ്യാർത്ഥി നേതാവ്. കാരണം അത്രമേൽ നരേന്ദ്രമോദി സർക്കാരിനായ പ്രതിഷേധങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാകാറുണ്ട് അവർ. ഇത്തവണയും നമ്മൾ ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ മഹാവേദിയിൽ അവരെ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാനായി ദില്ലി പോലീസ് എത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ദില്ലി പോലീസ് ഇപ്പോൾ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായി AKG ഭവനിൽ ദില്ലിയിൽ വന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ജോൺ ബ്രിട്ടാസ് MP ഇടപെട്ട് പോലീസിനെ മടക്കി അയക്കുകയായിരുന്നു. നിങ്ങൾ പോയി യൂണിഫോം ഇട്ട് വരൂ, ആദ്യം ഞങ്ങൾക്ക് ബോധ്യപ്പെടണം നിങ്ങൾ പോലീസാണോ എന്ന് പറയുകയായിരുന്നു രാജ്യസഭാംഗമായ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. കാരണം വളരെ വ്യക്തമാണ്, അവർക്ക് നെയിം പ്ലേറ്റ് ഇല്ല, യൂണിഫോം ഇല്ല, ഔദ്യോഗിക വാഹനം പോലുമില്ല. അങ്ങനെ വന്നിരിക്കുകയാണ്. ഏതായാലും ശക്തമായ പ്രതികാര നടപടിയാണ് എന്നത് ഉറപ്പാണ്. ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് അവിടെ CPIM.